ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെ എങ്ങനെയും പാർട്ടിയുടെ തലപ്പത്ത് നിന്നും ഒഴിവാക്കാൻ തലപുകഞ്ഞ് ആലോചിക്കുകയാണ് അമിത്ഷായും പരിവാരങ്ങളും. സംഘപരിവാറിന് അമിത്ഷായെ കഴിഞ്ഞേയുള്ളൂ രാജ്നാഥ് സിംഗ് പോലും. രാജ്നാഥ് സിംഗ് രാഷ്ട്രീയത്തിൽ കയറുമ്പോൾ അമിത്ഷായ്ക്ക് ഗുജറാത്തിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ മറന്നുപോയ പല കാര്യങ്ങളുണ്ട്. രാജ്നാഥ് സിംഗും സുഷമ സ്വരാജുമൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ എത്രയോ പതിറ്റാണ്ടുകളോളം ശക്തമായി പാർലമെന്റിൽ ഉണ്ടായിരുന്നവരാണ്. അക്കാലത്തൊക്കെ വെറും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണത്തിന് വേണ്ടി സ്കൂട്ടർ ഓടിച്ച് നടന്ന ആളുകളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. ആ രാജ്നാഥ് സിംഗിനെ ഇപ്പോൾ പ്രധാന സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്നത്. മോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗുജറാത്ത് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തേജോവധം ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ സംരക്ഷിച്ചു പിടിക്കാൻ കൂടെ നിന്ന നേതാവാണ് രാജ്നാഥ് സിംഗ്. അദ്വാനി പക്ഷക്കാരനായിരുന്നിട്ട് പോലും നരേന്ദ്രമോദിക്ക് വേണ്ടി കവചമൊരുക്കിയ നേതാവ്. അതിൻ്റെ പേരിൽ അദ്വാനിയുടെ അപ്രീതി മുഴുവൻ രാജ്നാഥ് സിംഗ് സമ്പാദിച്ചു കൂട്ടിയിട്ടുമുണ്ട്. സുഷമ സ്വരാജിനെയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിയുമൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ രാജ്നാഥ് സിംഗ് എതിർത്തിട്ടുണ്ട്. നരേന്ദ്രമോദിക്കെതിരെ അദ്വാനി എന്തെങ്കിലും മോശമായ രീതിയിൽ സംസാരിക്കുമോ BJPയുടെ കോർ കമ്മിറ്റിയിലെന്ന് വിചാരിച്ചുകൊണ്ട് അദ്വാനിയുടെ ദീർഘമായ പ്രസംഗത്തെ തടയിട്ടുകൊണ്ട് കസേരയിൽ പോയി നിങ്ങൾ മര്യാദയിരിക്കൂ എന്ന് പറഞ്ഞ നേതാവാണ് രാജ്നാഥ് സിംഗ്. അവിടെ പ്രായം പോലും മറന്നുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ രാജ്നാഥ് സിംഗിന് അന്ന് ഇടപെടേണ്ടി വന്നു. അദ്വാനി ഒരിക്കലും അത് ഓർമ്മയുള്ള കാലത്തോളം ക്ഷമിക്കുമെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. മോദി എല്ലാ കുഴപ്പവും പിടിച്ചതാണെന്ന് BJP നേതാക്കൾ വരെ തുറന്നടിച്ച കാലത്ത് പോലും രാജ്നാഥ് സിംഗ് അദ്ദേഹത്തെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തു. BJPയിൽ കാര്യമായ ഒരു സ്ഥാനവും വഹിക്കാതിരുന്ന കാലത്ത് പോലും രാജ്നാഥ് സിംഗ് നരേന്ദ്രമോദിയെ ഒറ്റത്തോഴനായി അക്സെപ്റ്റ് ചെയ്തതിൻ്റെ എല്ലാ തിക്തഫലവും ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യാബിനറ്റിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. ഗഡ്കരിക്ക് പ്രത്യേക ഒരു ഗ്രൂപ്പുണ്ട്. രാജ്നാഥ് സിംഗിനെ ഗഡ്കരി പോലും ഇപ്പോൾ അടുപ്പിക്കുന്നില്ല. കാരണം വിശ്വസിക്കാൻ കഴിയില്ല, എപ്പോഴാണ് നിറം മാറുന്നത് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗഡ്കരിയും ഗഡ്കരിയുടെ വിശ്വസ്തരായ ചില നേതാക്കളും ശക്തമായി രാജ്നാഥ് സിംഗിനെ അംഗീകരിക്കാൻ തയ്യാറാവാത്തത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങയുടെ അവസ്ഥയാണ് രാജ്നാഥ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം. എപ്പോൾ വേണമെങ്കിലും ഒരു പ്രകമ്പനം പോലെ രാജ്നാഥ് സിംഗ് സർവ്വതും വെട്ടിത്തുറന്ന് പറഞ്ഞേക്കാമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന സത്യം. ലക്നൗ മണ്ഡലത്തിൽ നിന്നും നിരവധി തവണ ജയിച്ച് പണ്ട് ഗസിയാബാദിനെ പ്രതിനിധീകരിച്ച് ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള BJPയുടെ വളർച്ചയ്ക്ക് ആ പ്രദേശത്തെ BJPയെ നട്ടുനനയ്ക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് രാജ്നാഥ് സിംഗ്. എന്നാൽ ഇന്ന് കേന്ദ്രമന്ത്രിമാരിൽ രണ്ടാമനെന്ന പറച്ചിലേ ഉള്ളൂ. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് യോഗത്തിൽ പോലും സംസാരിക്കാൻ അമിത്ഷായോ നരേന്ദ്രമോദിയുടെ അനുകൂലികളോ ഒരു അവസരം പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പടിയിറക്കത്തിൻ്റെ വക്കിലാണ് രാജ്നാഥ് സിംഗ്. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിനെ കുടിയൊഴിപ്പിക്കാം.